നമസ്കാരം. വാർത്താ ദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പൂക്കോട് വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ PC ശശീന്ദ്രൻ രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലെന്ന് വിശദീകരണം. കേസ് അന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് ഗവർണറെ അറിയിച്ച് സിദ്ധാർത്ഥിന്റെ പിതാവ്. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ്. അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമെന്ന് വിമർശനം. CAA മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് അസീമുല്ലാ ഖാൻ. മുസ്ലിം ഉണ്ടാക്കിയത് കൊണ്ട് RSS പിൻവലിക്കുമോ എന്നും പിണറായി വിജയൻ. CPM മതന്യൂനപക്ഷത്തെ കബളിപ്പിക്കുന്നുവെന്ന് MK രാഘവൻ. മുഖ്യമന്ത്രിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. ഭരണഘടനാ സംരക്ഷണ റാലിയിലെ പ്രസംഗത്തിനെതിരെ. മുസ്ലിം സമുദായത്തിനിടയിൽ വെറുപ്പും വിദ്വേഷവും വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ചതായി ആരോപണം. V മുരളീധരനെതിരെ LDFന്റെ പരാതി. പ്രചാരണത്തിനായി വിഗ്രഹത്തിന്റെ ചിത്രം ഉപയോഗിച്ചെന്ന് LDF. എറണാകുളം കോതമംഗലത്ത് 72കാരി തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ. മരിച്ചത് കോതമംഗലം സ്വദേശി സാറാമ. പിന്നിൽ മോഷണ ശ്രമമെന്ന് പ്രാഥമിക നിഗമനം. കൊല്ലം കൊറ്റംകുളങ്ങര ചമയവിളക്കിനിടെ 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പാറശ്ശേരിയിൽ രമേശന്റെ മകൾ ക്ഷേത്ര. അപകടം വണ്ടിക്കുതിര വലിക്കുന്നതിനിടെ തിരക്കിൽപ്പെട്ട്. വാർത്തകളിലേക്ക് വിശദമായി. CAA മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് അസീമുല്ലാ ഖാൻ എന്ന മുസ്ലിമാണെന്ന് RSS ഓർമ്മിക്കണം. CAA വിഷയത്തിൽ കോൺഗ്രസിന്